ുള്ളത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഓരോ ദിവസങ്ങളെ ആ നിലക്ക് ഇങ്ങനെ മാറ്റിവെച്ച് ഈ രൂപത്തിൽ. അതുപോലെ ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചില്ലേ, ഒരു ഇബ്നു ഉമറുൽ ഖാദി എന്ന പേരിൽ അറിയപ്പെടുന്ന സൈനുദ്ദീൻ മുസ്ലിയാർ ഇബ്നു ഉമറുൽ ഖാദി എന്ന പേരിലുള്ള ഒരാളുടെ ആ മജ്മൂ ഷിഫ എന്നുള്ള പുസ്തകത്തിൽ ഇതിൽ എന്തൊക്കെയാ എഴുതിവിട്ടിട്ടുള്ളത്. ഓരോ ദിവസത്തെ സംബന്ധിച്ചും ഇതിലും ധാരാളം പറയുന്നുണ്ട്. അതിലൊക്കെ കൂടി വായിക്കാൻ നിന്നാൽ നേരം ഒരുപാട് വൈകും. എത്ര നിങ്ങൾ മാറ്റി, ഓരോരുത്തർക്കും ഓരോ മതം. നിങ്ങൾക്ക് എന്താ അതിനെ സംബന്ധിച്ചുള്ള തീരുമാനം? മദ്രസ സമ്പ്രദായം നിങ്ങൾ മുമ്പ് എതിർത്തതല്ലേ? ഇപ്പോഴോ എത്ര മദ്രസയാ നിങ്ങൾക്ക്? മദ്രസയെ നിങ്ങൾ എതിർത്തിട്ടില്ലേ? ഇപ്പോഴോ ഇപ്പൊ മദ്രസയുമുണ്ട്. ഇംഗ്ലീഷോ അത് നരകത്തിലെ ഭാഷയായിരുന്നു മുമ്പ്. ഇപ്പോഴോ ഇപ്പൊ ഭാഷയൊക്കെ പോയി. ഖുത്ബ പരിഭാഷ എന്താ നിങ്ങളുടെ അഭിപ്രായം? പണ്ടെന്തായിരുന്നു? കേരളത്തിലെ പല പള്ളികളിലും അത് ഹലാലായിരുന്നു. ഖുത്ബ പരിഭാഷ കേരളത്തിലെ പല പള്ളികളിലും നടന്നു. പിന്നെ മാറ്റി തെളിവുകളും പ്രമാണങ്ങളും ഒക്കെ കിട്ടി എന്ന് വന്നപ്പോ മാറ്റി എന്നാണ് നിങ്ങളുടെ നേതാവ് തഹ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. എന്തേ പുതിയതായി നിങ്ങൾ ചോദിച്ചില്ലേ? മുർമൗലവിയുടെ ഓഫീസിൽ ജിബ്രീൽ വന്നിരുന്നോ? സലഫിയുടെ ഷാർജയിലെ ഓഫീസിൽ ജിബ്രീൽ വന്നിരുന്നോ എന്നൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. തിരിച്ചു ചോദിക്കട്ടെ, ഇവർക്കെന്നാ ജിബ്രീൽ വന്നത്? എന്നാ ഈ നിയമമൊക്കെ മാറ്റിയത്? മാത്രമല്ല, നിങ്ങൾ പറഞ്ഞു ഫാത്തിഹയിലെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഒരാൾ പറയുന്നു അവിടെ മാത്രം എന്ന അർത്ഥം ഇല്ല, അത് സങ്കല്പിച്ചതാണ്, വിമർശകന്മാർ സങ്കല്പിച്ചുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞു. ഒരു കൂട്ടർ അങ്ങനെ, വേറൊരു കൂട്ടരോ ഇയ്യാക നഅ്ബുദു എന്നതിന് അർത്ഥം കൊടുക്കുമ്പോൾ നിന്നെ മാത്രം എന്ന അർത്ഥം നൽകുന്നു. ഈ രൂപത്തിൽ പ്രത്യേകമായ പല കാര്യങ്ങളും നിങ്ങൾ മാറ്റിമറിച്ചിട്ടുണ്ട്. നിസ്കാരത്തിന്റെ ശേഷമുള്ള സലാത്ത് നിങ്ങൾ സുന്നത്ത് മാസികയിൽ എന്ത് പറഞ്ഞു? അതിന് അടിസ്ഥാനമില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. അതേ അവസരത്തിൽ അടിസ്ഥാനമില്ല എന്ന് നിങ്ങൾ മാത്രല്ല, അപ്പുറത്ത് കെ അബൂബക്കർ മുസ്ലിയാരും അത് തന്നെയാണ് പറഞ്ഞത് എന്ന് ആ വിഭാഗത്തിലെ ഒരു ഫൈസി നിങ്ങളെ കേൾപ്പിക്കുന്ന ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ. ഈ നിസ്കാരത്തിന്റെ ദ്വാരന്റെ ശേഷം ഒരു സലാത്ത് ചെല്ലുന്നുണ്ടല്ലോ ഇപ്പോൾ, അത് എന്താ അതിന്റെ നിയമം? നമ്മളും ചെറുപ്പത്തിലുള്ള കാലത്ത് അങ്ങനെ സ്വലാത്ത് കണ്ടിട്ടില്ല. ഉള്ളത് പറയാലോ. ഇപ്പോൾ കുറേ കാലമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ ചില സ്ഥലത്ത് 3 സ്വലാത്ത് ഏപ്പിക്കാരെ തുടങ്ങിയത് തോന്നുന്നുണ്ട് അല്ലേ? എന്തായാലും സ്വലാത്ത് നല്ല കാര്യം തർക്കമല്ല. അപ്പോൾ ഏപ്പിക്കാർ 3 ആക്കിയപ്പോൾ നമ്മളാൾക്കാർ ചിലപ്പോൾ 10 ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ പല രീതിയിൽ നടന്നു വരുന്നുണ്ട്. എന്തായാലും സ്വലാത്ത് എപ്പോഴും ചെല്ല. പ്രത്യേകിച്ചും നിസ്കാരത്തിന് ശേഷം ദ്വാരക്കാണ്. ദ്വാരൻ്റെ മുമ്പും സ്വലാത്തല്ല, ശേഷം സ്വലാത്തല്ല. അത് 2ഉം ചെല്ല, 3ഉം ചെല്ല, 5ഉം ചെല്ല, 10ഉം ചെല്ല. പക്ഷെ പള്ളിയിൽ നിസ്കരിക്കാൻ മറ്റ് ജമാഅത്തിൽ വരുന്ന ആളുകൾക്ക് ആശയക്കുഴപ്പം തശ്വീഷൊന്നും ഉണ്ടാക്കാൻ പാടില്ല. അത് ഒരു പ്രധാന വിഷയമാണ്. മാത്രമല്ല, ആ സ്ഥലത്ത് പ്രത്യേകം സ്വലാത്ത് 3 സുന്നത്താ വിചാരിച്ച ബിദഅത്തായി. ഒരു ഇസ്ലാമിലെ മസാല അങ്ങനെ. ഇപ്പോൾ നിസ്കാരത്തിൻ്റെ ശേഷം 3 സ്വലാത്ത് ചെല്ലൽ, ദ്വാരൻ്റെ ശേഷം 3 ശേഷം സ്വലാത്ത് ചെല്ലൽ പ്രത്യേകം സുന്നത്താണ് വിശ്വസിച്ചാൽ തെറ്റാണ്, അനാചാരമാണ്, ഒഴിവാക്കപ്പെടേണ്ടതാണ്. അല്ല വേറെ ബാഹ്യമായ ദോഷവശങ്ങളൊന്നുമല്ലാതെ 3, 5, 10, 200, 1000 സ്വലാത്തൊക്കെ ആർക്കും ചെല്ലാ, സ്വലാത്തിൻ്റെ പുണ്യം കിട്ടും. ഇതാണ് എൻ്റെ പൊതുവായ സമീപനം. ഒരിക്കൽ ഇവിടുന്ന് നമുക്ക് വിശ്വാസയോഗ്യനായ ഒരാൾ ഒരു പരിപാടിക്ക് പറഞ്ഞു, ഒരു ചോദ്യം ചോദിച്ചപ്പോൾ, അഭിവന്ദനായ ശംസുലമ ഇ.കെ. ഉസ്താദ് ഒരു പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി പോകുമ്പോൾ പെരിങ്ങത്തൂർ ആ ഭാഗത്ത് അസർ നിസ്കരിക്കാൻ ഒരു പള്ളി കയറി. ആ പള്ളി കയറി ദുആ കഴിഞ്ഞിട്ട് 3 സ്വലാത്ത് ഇതേമാതിരി ചൊല്ലി. അപ്പോൾ ആളെ വിളിച്ചു, നിസ്കാരം കഴിഞ്ഞിട്ട് സ്വലാത്ത് കഴിഞ്ഞിട്ട്, എന്താ സ്വലാത്ത് ചോദിച്ചു. നിനക്ക് എവിടെ നിന്ന് കിട്ടി സ്വലാത്ത് പറ എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്ത സംഭവത്തിന് സാക്ഷിയായ ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം അവിടെ സുന്നത്താന്ന് വിചാരിച്ചാൽ തെറ്റാ, ഇല്ലെങ്കിൽ ഓക്കെ, ശല്യമില്ലാത്ത വിധത്തിൽ എപ്പോഴും എന്ത് ചെയ്യുക, സ്വലാത്ത് അല്ല. ഇതാണ് എൻ്റെ സമീപനം. അപ്പൊ പ്രത്യേക അടിസ്ഥാനമില്ല എന്നാ അപ്പൊ പറഞ്ഞതിന്റെ ചുരുക്കം അല്ലേ? കെ അബൂബക്കർ മുസ്ലിയാരും ഇവരുടെ തന്നെ മാസികയിലൊക്കെ നമ്മൾ കേട്ടു. അത് ഓരോരുത്തർക്കും ഓരോ മതമാണ്. ഇനിയിപ്പോൾ വേറൊരാളുടെ മതം എന്താ? ഇവരിപ്പോൾ അടുത്ത കാലത്ത് ഇറക്കിയ അവരുടെ ഒരു പ്രസിദ്ധീകരണത്തിൽ പറയുന്നത് എന്താ കേട്ടോളൂ. നിസ്കാരശേഷം ചൊല്ലപ്പെടുന്ന 3 സ്വലാത്തുകൾ അടിസ്ഥാനമുള്ളതാണ്. നിസ്കാരശേഷം ചൊല്ലപ്പെടുന്ന 3 സ്വലാത്തുകൾ അടിസ്ഥാനമുള്ളതാണ്. ഇപ്പൊ ജിബ്രീൽ ഏത് ഓഫീസിലാ വന്നത്? ഇപ്പൊ ആരെ ഇപ്പൊ ഒരു ജിബ്രീൽ ഇത് പറഞ്ഞു തന്നു? ആരാ ഇപ്പൊ നിങ്ങൾക്ക് ഇറങ്ങിയത്? ആരാ നിങ്ങൾക്ക് ഇപ്പൊ പ്രത്യേകമായി വഹി തന്നത്? ഇങ്ങനെ ഓരോരുത്തർക്ക് ഓരോ മതം. അതാണ് നിങ്ങൾ പറഞ്ഞത്. അത് നിങ്ങളോട് തന്നെ കേൾപ്പിക്കാം. ഓരോരുത്തർക്ക് ഓരോ മതം എന്ന് അദ്ദേഹം പറയുന്നത് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കേൾക്കാം. ഓരോ മൗലിക്ക് ഓരോ മതം, ഓരോ മൗലിക്ക് ഓരോ മതം. അത് ഇങ്ങോട്ട് പറയണ്ട, അങ്ങോട്ടാ പറയേണ്ടത്. ഓരോ മൗലവിക്ക് ഓരോ മതം, ഓരോ മുസ്ലിയാർക്ക് ഓരോ മതം. അപ്പുറത്തുള്ളതും മൗലവിമാരെന്നെയാണ്. എ പി അബൂബക്കർ മൗലവി
അങ്ങനെയുള്ള മൗലവി ആരാ? ഓരോരുത്തർക്കും ഓരോ മതം. അപ്പൊ നിങ്ങൾക്ക് ഇതിലൊക്കെ ഒരു തീരുമാനം എന്താണ്? ഞാനിവിടെ ഓരോന്നോരോന്ന് കേൾപ്പിച്ചില്ലേ, അതിലൊക്കെ നിങ്ങളുടെ തീരുമാനം എന്താണ്? ഇനി സഹോദരന്മാരെ, ഇവിടെ പറഞ്ഞ മറ്റൊരു വിഷയം ഞാൻ വിശദീകരിച്ച് പറയാൻ നേരമില്ല. പക്ഷേ ഒരു കാര്യം ചുരുക്കി പറയട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ സംബന്ധിച്ചുള്ള വിശ്വാസം, ആ വിശ്വാസം അല്ലാഹു റബ്ബുൽ ആലമീനെ സംബന്ധിച്ച് എങ്ങനെ വിശ്വസിക്കണം എന്ന് അല്ലാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങൾ, അല്ലാഹുവിൻ്റെ വിശിഷ്ടമായ സിഫത്തുകൾ, അല്ലാഹുവിൻ്റെ കൈ എന്ന് പ്രയോഗിച്ചത്, ഇറങ്ങുമെന്ന് പറഞ്ഞത്, അതുപോലെ തന്നെ അർശിൽ ഉപവിഷ്ടനായി എന്ന് പറഞ്ഞത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നന്നായി നമ്മളിവിടെ പറഞ്ഞിരുന്നു. അപ്പോൾ മൂപ്പര് പറയണേ, അതൊക്കെ നിങ്ങളുടെ അമാനിയുടെ പരിഭാഷയെങ്കിലും ഒന്ന് വായിച്ചൂടെ? ആ പരിഭാഷയിൽ പോലും പറഞ്ഞത് എന്താണ് എന്ന് പറഞ്ഞിട്ട് പേരോട് പറയുന്നുണ്ട്. അമാനിയുടെ പരിഭാഷയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയത് അമാനിയുടെ പരിഭാഷയിൽ? എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം അമാനിയുടെ പരിഭാഷയിൽ എന്താ വന്നത്. കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ പ്രസിദ്ധീകരിക്കുന്ന നിങ്ങളുടെ ഖുർആൻ പരിഭാഷയിൽ അതാ അമാനി മൗലവി എഴുതുന്നു, ഇസ്തവാ അലൽ അർശ് എന്ന വാക്യത്തിന്റെ ഭാഷാർത്ഥത്തെ മാത്രം അടിസ്ഥാനമാക്കി അല്ലാഹു അർശിന്മേൽ ഇരിക്കുകയാണെന്നും മറ്റും ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത് സ്വീകാര്യമല്ല തന്നെ. അതുകൊണ്ട് അയാൾ നിർത്തിയോ? രണ്ടാമത് പറയുന്ന വാചകം കേട്ടോ സെൽഫി, രണ്ടാമത് പറയുന്ന വാചകം കേട്ടോ മുജാഹിദേ. അതാ ഈമാൻ കിട്ടാതെ മരിക്കണ്ട. അല്ലാഹുവിനെ സൃഷ്ടികളോട് സമപ്പെടുത്തലും അവന്റെ ഗുണവിശേഷങ്ങളുടെ പരിശുദ്ധിയെ നിരാകരിക്കലുമാണത്. അല്ലാഹുവിനെ സൃഷ്ടികളോട് സമപ്പെടുത്തലും അവന്റെ ഗുണവിശേഷങ്ങളുടെ പരിശുദ്ധിയെ നിരാകരിക്കലുമാണത്. അപ്പൊ അല്ലാഹ് അർശിന്മേൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ നമ്മെ പോലെ എന്ന് പറയണ്ട, സൃഷ്ടികളെ പോലെ എന്ന് പറയണ്ട. അല്ലാഹ് അർശിന്മേൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ സൃഷ്ടികളോട് സമപ്പെടുത്തലാണെന്ന് അതാ അമാനി മൗലവി കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ പ്രസിദ്ധീകരിക്കുന്ന ഖുർആൻ പരിഭാഷയുടെ 1102 പേജിൽ സൂറത്തുൽ അറാഫിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു. സഹോദരന്മാരെ ശരിക്ക് കേട്ടോ, അമാനി മൗലവി അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്താ പറഞ്ഞത്? ഈ അർശിന്മേൽ ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹിനോട് സമപ്പെടുത്തല. അതിന്റെ ആദ്യ ഭാഗം നിങ്ങൾ എന്താണ് വെറുതെ വായിച്ചു വിട്ടു എന്നല്ലാതെ മൗലവി അവിടെ ഒരു കാര്യം തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നറിയോ? ഇസ്തവാ അലൽ അർശ്, അർശിൽ അവൻ ആരോഹണം ചെയ്തു എന്ന ഇസ്തവാ അലൽ അർശ് എന്ന വാക്യത്തിന്റെ ഭാഷാർത്ഥത്തെ മാത്രം അടിസ്ഥാനമാക്കി. അതാണ് പോയിന്റ്. ഇരിക്കുക എന്ന് പറയുമ്പോ ഭാഷാർത്ഥം മാത്രം അടിസ്ഥാനാക്കരുത്. എന്താ സാധാരണ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, കാലൊക്കെ മടക്കി വെച്ച് ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരുന്ന് വളഞ്ഞ് ചെയറിലൊക്കെ ഇരിക്കുന്ന രൂപം വരും. ആ നിലക്ക് ഭാഷയിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒരർത്ഥമുണ്ട്. ആ ഭാഷാർത്ഥത്തെ മാത്രം അടിസ്ഥാനമാക്കി ആ ഭാഗം പേരോട് വിശദീകരിക്കുന്നില്ല. വായിക്കുമ്പോൾ വായിച്ചു വിട്ടു. അതെന്തിനാണെന്നറിയോ? എന്നാ ഞാൻ പറഞ്ഞു എന്ന് വരുത്തി തീർക്കും വേണം, മൂപ്പർക്ക് അത് വിശദീകരിക്കാതെ പോകും വേണം. പിന്നെ വായിക്കുമ്പോഴൊന്നും ഭാഷാർത്ഥത്തെ മാത്രം അടിസ്ഥാനമാക്കി എന്നത് കണ്ട ഭാവം പോലും പേരോട് നടിക്കുന്നില്ല. അതാണ് ആ വാചകത്തിന്റെ ജീവനും, അതാണ് ആ വാചകത്തിന്റെ ഏറ്റവും വലിയ കാതലും. ആ കാതല് വെറുതെ ഒന്നാണ് വായിച്ചു വിട്ടിട്ട് വിശദീകരണത്തിന്റെ നേരത്ത് സൗകര്യപൂർവം അത് കണ്ടില്ലെന്ന് നടിച്ച് അമാനി മൗലവിയുടെ പേരിൽ കള്ളം ആരോപിക്കുകയാണ് പേരോട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അമാനി മൗലവി എഴുതിയത് മനസ്സിലാവോ? നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധ്യമല്ലല്ലോ. മാത്രല്ല, നിങ്ങൾ ഈ വിഷയത്തിലൊക്കെ നിങ്ങളുടെ നിലപാട് ഇങ്ങനെ ഓരോന്ന് നിങ്ങൾ തട്ടിപ്പടച്ച് പറയൽ തന്നെയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഞാൻ മൂപ്പരോട് പറഞ്ഞു, നിങ്ങൾ കൃത്യമായി എന്താണ് ഈ കൈയിന്റെ കാര്യം പറഞ്ഞപ്പോ കിൽത്താ യദൈഹി യമീൻ എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ പേരോട് അതിനെ പരിഹസിച്ചു. ഞാൻ എന്റെ വക പറഞ്ഞതല്ല. അള്ളാഹുവിന്റെ കൈ എന്ന പ്രയോഗം അള്ളാഹിനെ സംബന്ധിച്ച് എന്ത് പറയുമ്പോഴും അള്ളാഹു റബ്ബുൽ ആലമീൻ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നമുക്കതാ അള്ളാഹു നമുക്ക് പഠിപ്പിച്ച് തന്ന എന്ത് തന്നെ ഗുണങ്ങളുണ്ടെങ്കിലും എന്ത് തന്നെ വിശേഷണങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെയും നമ്മൾ കൃത്യമായി അള്ളാഹ് അറിയിച്ചു തന്നത്
പറഞ്ഞതുപോലെ നമ്മുടെ വക വ്യാഖ്യാനം കൂടാതെ, രൂപപ്പെടുത്തലില്ലാതെ, ഉപമപ്പെടുത്തലില്ലാതെ, സാദൃശ്യപ്പെടുത്തലില്ലാതെ അള്ളാഹ് എങ്ങനെയെന്ന് നമുക്കറിയില്ലല്ലോ. അള്ളാഹ്ക്ക് യോജിച്ച നിലക്ക് അള്ളാഹ്വിന് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെയും വിശ്വസിക്കലാണ് വേണ്ടത് എന്ന് കൃത്യമായി നമ്മൾ അങ്ങ് പറഞ്ഞപ്പോ മൂപ്പര് പരിഹസിക്കുകയാണ്. നിങ്ങൾ ആദ്യം പറഞ്ഞത് 2 കൈ